കേരളം ഉൾപ്പെടെ തെരഞ്ഞെടുപ്പ് നടന്ന 5 സംസ്ഥാനങ്ങളിലെ എക്സിറ്റ് പോൾ ഫലങ്ങൾ അറിയാൻ മണിക്കൂറുകൾ മാത്രം. സർവേകളിൽ ആർക്കും വ്യക്തമായ സാധ്യതയില്ലാത്തതിനാൽ എക്സിറ്റ് പോളിൽ ഉറ്റുനോക്കുകയാണ് രാഷ്ട്രീയ കേരളം. എക്സിറ്റ് പോൾ ഫലങ്ങൾ വരുന്നതോടെ മുന്നണികളുടെ ഉത്കണ്ഠ പാരമ്യത്തിലെത്തും. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആർ ശ്രീജിത്ത് ചേരുന്നു. ശ്രീജിത്ത്, ഇന്ന് വൈകിട്ട് 6 മണിവരെയാണ് ബംഗാളിലെ അവസാനഘട്ട തെരഞ്ഞെടുപ്പ്. അതിനുശേഷമാണ് എക്സിറ്റ് പോളുകൾ വരിക. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം പോളിംഗ് കഴിഞ്ഞ് അരമണിക്കൂറിന് ശേഷം മാത്രമേ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവിടാവൂ എന്നതാണ്. വിവിധ ഏജൻസികൾ ഇതിനകം തെരഞ്ഞെടുപ്പ് പൂർത്തിയായ സംസ്ഥാനങ്ങളിലെ എക്സിറ്റ് പോളുകൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് വൈകിട്ട് അതിൻ്റെ റിസൾട്ട് വരികയാണല്ലോ ശ്രീജിത്ത്. കേരളമടക്കമുള്ള 5 സംസ്ഥാനങ്ങളിലേക്ക് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടമാണ് ഇന്ന് ബംഗാളിലെ 142 മണ്ഡലങ്ങളിലെ വോട്ടെടുപ്പോടെ പൂർത്തിയാകുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കർശനമായ നിർദ്ദേശമുള്ളതുകൊണ്ട് വോട്ടെടുപ്പ് പൂർത്തിയായി അരമണിക്കൂർ കഴിഞ്ഞ്, അതായത് 6:30 മുതൽ മാത്രമേ ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവിടാവൂ എന്നാണ്. കേരളത്തിൽ തന്നെ ഏതാണ്ട് 4-5 ഏജൻസികൾ ഈ എക്സിറ്റ് പോൾ സർവേ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് പുറത്തു വരുന്ന ഫലത്തെ വളരെ ആകാംക്ഷയോടെയാണ് മുന്നണികൾ ഉറ്റുനോക്കുന്നത്. കേരളത്തിൽ LDFന്റെ 10 കൊല്ലത്തെ ഭരണത്തിന് ശേഷം വീണ്ടും അധികാരം പിടിക്കാൻ കഴിയുന്ന ഒരു ഭൂരിപക്ഷത്തിലേക്ക് തങ്ങൾ വരുമോ എന്ന ഒരു ആകാംക്ഷ LDFനുണ്ട്. കാരണം പിണറായി വിജയൻ 3.0 എന്നുള്ള മുദ്രാവാക്യം ഉയർത്തി തെരഞ്ഞെടുപ്പിനെ നേരിട്ട LDFന് ഇപ്പോഴും ജയിക്കുമെന്നൊരു ഉറച്ച ആത്മവിശ്വാസമില്ല. അതുകൊണ്ട് തന്നെ എക്സിറ്റ് പോൾ ഫലങ്ങൾ വരുന്നത് കൂടി ആശ്രയിച്ചായിരിക്കും അവരുടെ ഒരു കണക്കുകൂട്ടൽ കുറച്ചുകൂടി ശക്തമാകാൻ പോകുന്നത്. നേരത്തെ ജയിക്കുമെന്ന പ്രതീക്ഷ പുലർത്തുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഇന്റലിജൻസ് റിപ്പോർട്ട് മറ്റുമാണ്. എന്നാൽ ഇന്റലിജൻസ് റിപ്പോർട്ട് അതിൻ്റെ കണക്കായി പുറത്തു വരുന്ന 74 സീറ്റ് എന്ന് പറയുന്നത് 65 സീറ്റുകൾ മാത്രമേ ഉറച്ച് ജയിക്കുകയുള്ളൂ. ബാക്കി 18 സീറ്റുകളിൽ ശക്തമായ മത്സരമാണ്. അതിൻ്റെ പകുതിയിൽ തങ്ങൾ ജയിക്കുമെന്ന ആത്മവിശ്വാസം എന്ന പ്രതീക്ഷ കൂടി കൂട്ടിയാണ് 74 സീറ്റിൽ എന്ന ലക്ഷ്യം LDF പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ എക്സിറ്റ് പോൾ ഫലങ്ങളെ ഈ CPIM-ഉം ഒപ്പം തന്നെ LDFിലെ മറ്റു കക്ഷികളും വളരെ ആകാംക്ഷയോടെ കാണുന്നു. എന്നാൽ ഫലമെതിരായാലുള്ള ജാമ്യമെടുപ്പ് ഇന്നലെ തന്നെ തുടങ്ങിയിട്ടുണ്ട്. ഇന്നലെ തിരുവനന്തപുരത്ത് ഒരു രാഷ്ട്രീയ വിസ്തീർണ യോഗത്തിൽ സംസാരിച്ച CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി അംഗമായ PA മുഹമ്മദ് റിയാസ് എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം എതിരായ അത് പണ്ടും എതിരായിട്ടുണ്ട്. അങ്ങനെ എക്സിറ്റ് പോൾ ഫലങ്ങൾ ശരിയായിരുന്നെങ്കിൽ താനൊരു MLA-യോ മന്ത്രിയോ പോലും ആകുമായിരുന്നില്ല എന്നാണ് റിയാസ് ഇന്നലെ പറഞ്ഞത്. അപ്പോൾ എക്സിറ്റ് പോൾ ഫലങ്ങൾ എതിരായാൽ എന്താണ് സ്വീകരിക്കേണ്ട പ്രതിരോധ മാർഗമെന്ന ആലോചന കൂടി CPIM-ലും LDF-ലും നടന്നിട്ടുണ്ട്. UDF ആകട്ടെ 10 കൊല്ലത്തെ അധികാര വരൾച്ചയ്ക്ക് ശേഷം തിരിച്ച് കേരളത്തിൻ്റെ അധികാര സോപാനങ്ങളിലേക്ക് നടന്നു കയറാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്ന തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് തന്നെ അവർ വലിയ തോതിലുള്ള ആത്മവിശ്വാസം 85 സീറ്റ് കിട്ടുമെന്നൊക്കെയുള്ള കണക്ക് UDF-നുണ്ടെങ്കിലും അത് എത്രമാത്രം ശരിയാണ് എന്നതിൻ്റെ സൂചനയായി എക്സിറ്റ് പോൾ ഫലങ്ങളെ കാണാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് UDF കേന്ദ്രങ്ങൾ, കോൺഗ്രസ് കേന്ദ്രങ്ങൾ പങ്കുവെക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരും എക്സിറ്റ് പോൾ ഫലങ്ങളെ വളരെ ജാഗ്രതയോടെ വീക്ഷിക്കുന്നു. നേരത്തെ 2011 തെരഞ്ഞെടുപ്പിലും ഒക്കെ പൂർണ്ണമായും UDF-ന് അനുകൂലമായ ഫലങ്ങൾ വന്നിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ എക്സിറ്റ് പോൾ ഫലങ്ങളെ അവരും വളരെ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നു. കേരളത്തിൽ വീണ്ടും നിയമസഭയിലേക്ക് അക്കൗണ്ട് തുറക്കാൻ കഴിയുമോ എന്ന ആശങ്കയാണ് എന്ന കാര്യത്തിലാണ് BJP പ്രതീക്ഷ വെക്കുന്നത്. നേമം, കഴക്കൂട്ടം, മഞ്ചേശ്വരം, ചാത്തന്നൂർ, പാലക്കാട് തുടങ്ങിയ മണ്ഡലങ്ങളാണ് BJP വിജയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നത്. അവിടങ്ങളിലൊക്കെ എന്തായിരിക്കും ജനങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നെന്ന് അറിയാൻ കഴിയുന്ന ഒരു പരീക്ഷണമായി തന്നെയാണ് എക്സിറ്റ് പോളിനെ BJP-യും കാണുന്നത്. ദിലീപ്, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.